ഹായ് ഹലോ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫേസ്ബുക്കാണ് കേട്ടോ. ഫേസ്ബുക്ക് എന്താ പറയുക, ഇനി ഫേസ്ബുക്ക് എടുത്തില്ല അവൻ മടിച്ച് നിൽക്കരുത്, എന്നെപ്പോലെ ആവരുത് കേട്ടോ. ഞാൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് ഫേസ്ബുക്ക് എടുക്കുക ഒന്നുമേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 2 മാസം മുന്നെയാണ് ഞാൻ ഫേസ്ബുക്ക് എടുത്തത്, വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഇപ്പോൾ 2 മാസം നല്ലതുപോലെ അതിൽ ആക്റ്റീവ് ചെയ്തു. ഇപ്പോൾ എനിക്ക് മോണിറ്റേഷൻ ആയിട്ടോ നമ്മുടെ ഫേസ്ബുക്കിൽ. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പോലെയല്ല അവിടെ ഫേസ്ബുക്കിൽ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് നമുക്ക് വാച്ച് അവർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു സംഭവം എന്താ പറയുക പെട്ടെന്നായിട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ നല്ലതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നമുക്ക് നല്ലതുപോലെ പെട്ടെന്ന് മോണിറ്റേഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 2 മാസം കൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ചാനൽ ഫേസ്ബുക്ക് പേജ് നമുക്ക് മോണിറ്റേഷനായി. ഫസ്റ്റ് എനിക്ക് എന്താ പറയുക സബ്സ്ക്രിപ്ഷനാണ് കിട്ടിയത്. സബ്സ്ക്രിപ്ഷൻ കിട്ടി, അത് കഴിഞ്ഞ ശേഷം ആണ് എനിക്ക് മോനിക്ക് ഇത് വന്ന് എല്ലാവർക്കും കൂടുതൽ ഫസ്റ്റ് വരുന്നത് സ്റ്റാർ, സബ്സ്ക്രൈബ്, പിന്നെ അതിൻ്റെ ശേഷമാണ് ഈ CM ടൂൾസൊക്കെ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് ഫസ്റ്റ് വന്നത് സബ്സ്ക്രൈബാണ് വന്നത്. പിന്നെ അതിൻ്റെ ശേഷമാണ് നമുക്ക് ഈ മോനിക്കുള്ള അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം വന്നായിരുന്നു. ഇപ്പോൾ ഇന്നാണ് എനിക്കിപ്പോൾ സ്റ്റാർ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത് മൂന്നും പല രീതിയിലാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും വരുന്ന പോലെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ മോനിയായി. ഇനി എന്താണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുക, നല്ലതുപോലെ പോവുക അങ്ങനെ. അപ്പോൾ നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫേസ്ബുക്ക് എടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് എടുത്തിട്ട് കാര്യമില്ല, അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാം ഓണാക്കിയ ശേഷമാണ് നമുക്ക് ഫേസ്ബുക്കിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ടാലാണ് നമുക്കത് എന്താ പറയുക റീച്ച് ആവുള്ളൂ. അല്ലാതെ വെറുതെ ചുമ്മാ നമുക്ക് ഫേസ്ബുക്ക് ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങി കുറേ വീഡിയോസും കാര്യങ്ങളും ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും കാര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഏണിങ്സ് ഒന്നും അതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, വേഗം എല്ലാവരും ഫേസ്ബുക്കൊക്കെ വേഗം തുടങ്ങാൻ നോക്കുക. മടിച്ചിരിക്കരുതോ. മടിച്ച് ഇരുന്നിട്ടാണ് ഞാൻ ഇത്രയും വർഷം ഇങ്ങനെ പോയി. എനിക്ക് ഫേസ്ബുക്കിനോട് വലിയ താല്പര്യമില്ലാത്ത കാര്യം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഫേസ്ബുക്ക് എടുക്കാതിരുന്നത്. ഇപ്പോൾ ഈ പെട്ടെന്ന് കുറേ പേരെല്ലാവരും പറഞ്ഞു ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ അതിലിടുന്ന വീഡിയോസ് ആയാലും സ്റ്റാറ്റസ് ആയാലും സ്റ്റോറി ആയാലും എല്ലാത്തിലും നമുക്ക് പൈസ കിട്ടും, ഡോളർ കയറുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കതിനെക്കുറിച്ചൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു. ഫേസ്ബുക്ക് ഒട്ടുമേ എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ മോണിറ്റേഷനൊക്കെ ഇപ്പോൾ എനിക്ക് ആയ ശേഷം ഞാൻ ഈ പറയുന്ന സംഭവം സത്യമാണ് കേട്ടോ. നമ്മൾ എന്തൊരു ഫോട്ടോ ഇട്ടാലും അതുപോലെ സ്റ്റോറി ഇട്ടാലും അതുപോലെ തന്നെയാണ് പോസ്റ്റ് ചെയ്താലും അതിലൊക്കെ ഡോളർ കയറുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ അങ്ങനെ ഡോളർ കയറുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇട്ട വഴിക്കൊന്നും കയറില്ല. നല്ലതുപോലെ വ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ അതിൽ കയറുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ സ്റ്റോറി ഇട്ടു പോസ്റ്റ് ഇട്ടു പറഞ്ഞിട്ട് പൈസ ഒന്നും അതിൽ അങ്ങനെ കയറില്ല. നമ്മൾ എന്താ പറയുക നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. യൂട്യൂബിൽ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ നമുക്ക് അതൊന്നും ഒന്നുമേ കിട്ടില്ല. ലൈവ് ചെയ്യണം, മെമ്പർഷിപ്പ് എടുക്കണം, അതുപോലെ സൂപ്പർ ചാറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണല്ലോ ഈ സംഭവം നമുക്ക് പൈസ കിട്ടുള്ളൂ. പക്ഷേ അവിടെ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്താലും അതിൽ ഡോളർ കയറും. അതുപോലെ തന്നെയാണ് സ്റ്റോറി ഇട്ടാലും അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റാർ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ നമുക്ക് യൂട്യൂബിൽ എങ്ങനെയാണ് 3000 വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മെമ്പർഷിപ്പും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, സൂപ്പർ ചാറ്റ്. അതേപോലെ ഒരു സംഭവമാണ് നമുക്ക് ഫേസ്ബുക്കിൽ സ്റ്റാറിൽ നമുക്ക് അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പൈസ ഇങ്ങനെ അയച്ചു എന്ന് പറഞ്ഞാൽ അതുപോലെ പൈസ നമുക്ക് സ്റ്റാർ വഴി നമുക്ക് പൈസ അതിൽ സമ്പാദിക്കാം. അതുപോലെ തന്നെയാണ് സബ്സ്ക്രൈബ് ഇതേപോലത്തെയാണ്. ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമല്ലോ, യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കണ പോലെയാണ് അതിലും. അപ്പോൾ നമുക്ക് അവർ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ട് അതുപോലെ അതിലും മെമ്പർഷിപ്പ് അതുപോലെയുള്ള ഒരു സംഭവമാണ് സബ്സ്ക്രൈബ്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഇതേ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും കാശാണ്. ഫേസ്ബുക്ക് പറഞ്ഞാൽ കാശാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കാതെ വേഗം തന്നെ പോയിട്ട് ഫേസ്ബുക്ക് തുടങ്ങാൻ നോക്കട്ടോ. എന്താ വെച്ചാൽ നല്ലൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇത്രയും നമുക്ക് പേയ്മെൻറ്റൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അതിൽ പറഞ്ഞാൽ സിമ്പിളാണ് തോന്നുന്നുണ്ട് നല്ല സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഫേസ്ബുക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല. ഫേസ്ബുക്കിനെ കുറിച്ച് ഒരു സംഭവം എനിക്കറിയില്ല, എന്താണ് ഏതാണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ആദ്യം ഫസ്റ്റ് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പോൾ നല്ല 1 മില്യൺ വീഡിയോസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അപ്പോഴാണ് വേറെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത്, പ്രീത ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല, നീ കുറേ സംഭവങ്ങളൊക്കെ അതിൽ ഓണാക്കാനുണ്ട്, അതൊക്കെ നീ ഓണാക്കി വെച്ചിട്ട് നീ വീഡിയോസ് ഇട്ട് എന്നാലാണ് നിനക്ക് ഇതിൽ കാര്യമുള്ളൂ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ശേഷമാണ് ഞാൻ ആ ചേട്ടൻ പറഞ്ഞ പോലെ സംഭവങ്ങളെല്ലാം കറക്റ്റാക്കിയ ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ അങ്ങനെ എന്താ പറയുക അങ്ങനെ പച്ച കളറായിട്ട് നിന്നിട്ട് സംഭവം അങ്ങനെ റെഡ് കളറായി. എനിക്ക് ആകെ സങ്കടമായി. എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് വീണ്ടും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങി പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് പോസ്റ്റ് ചെയ്യുക റീൽസ് ഇട്ടൊന്നും കാര്യമില്ല. അതിൽ ഒരുപാട് സെറ്റിങ്സിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓണാക്കണ്ട. അതൊക്കെ ഓണാക്കിയ ശേഷമാണ് കേട്ടോ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടും. CM ടൂൾസൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതുമാതിരി അത്രയും നല്ല വീഡിയോസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് CM ഈ മോണിറ്റേഷനുള്ള ഈ സംഭവം ആക്റ്റീവായിട്ട് വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇടുന്ന ഇതേപോലത്തെ യൂട്യൂബിൽ എങ്ങനെയാണ് അതേപോലെ തന്നെ അതൊന്ന് പാട്ടൊക്കെ എടുത്തിരുന്ന സമയത്ത് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കിയ ശേഷമാണ് നമുക്ക് ഈ CM ടൂളിലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പണിയാവും. ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ബാങ്ക് അക്കൗണ്ട് അതൊക്കെ കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ
ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പണി പറഞ്ഞാൽ നല്ല 8ൻ്റെ പണി തന്നെ കിട്ടും. പിന്നെ നമുക്ക് പിന്നീട് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്തോന്ന് അത്ര അറിയില്ല എനിക്ക്. പറ്റില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കത് വീണ്ടും വീണ്ടും അത് പറ്റാത്തൊരവസ്ഥയിൽ വരും. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെയാണ് എന്താ പറയുക, നമ്മളിടുന്ന പാട്ടുകളൊക്കെ അതിലും കോപ്പിറൈറ്റൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാം ചെക്ക് ചെയ്യണം, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു സംഭവമാണ് കേട്ടോ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരുപാട് ചേച്ചിമാരുടെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ അതിൽ. എനിക്കിപ്പോൾ ഈ മോനി ആവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. ആ ചേച്ചിയൊക്കെ പറഞ്ഞ് എല്ലാം കറക്റ്റായി തരികയാരം കൊണ്ടാണ് നമുക്കത് മനസ്സിലായി. അതുപോലെ തന്നെ വേറൊരു ചേട്ടനുണ്ട് കേട്ടോ. ആ ചേട്ടനാണ് നമുക്ക് ഇതൊക്കെ വല്ലതും പറഞ്ഞ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി തന്ന ആ ഒരു ചേട്ടനാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ പറയുക, അപ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കുക. വേഗം പോയി ഫേസ്ബുക്ക് തുടങ്ങുക, വേഗം പോയി പണം ഉണ്ടാക്കുക. തൊട്ട് മണി. ഓക്കെ, ബൈ.